താങ്ക്ഫുൾ ടു എവരിബഡി. ഇതിൻ്റെ നിർമ്മാതാക്കൾ എല്ലാവരോടും ഈ സമയത്ത് നന്ദി പറയുന്നു. ആൻഡ് ആദ്യം മുതലേ മമ്മൂക്ക ഫോർ ബീയിങ് വിത്ത് മീ ഫോർ ദിസ് വൺ. താങ്ക് യു ചാബുജൻ ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് ഓൾസോ. സോ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആയിട്ട് വെക്കാം. ആൻഡ് അധികം കുറച്ച് പ്രിസൈസ് ആയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഒത്തിരി വലിച്ചു നീട്ടാതെ ഈ പടത്തിനോട് തന്നെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ബെറ്റർ. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസംഘത്തിൽ കയറിയിട്ട് ഓരോ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ക്വയറ്റ് ബെഞ്ചമിൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയറ്റ് ഇറങ്ങിയതിനു ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയറ്റ് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, വിശദീകരിക്കാൻ ആണ് സിനിമ. ഇതെല്ലാം കൂടെ പറഞ്ഞ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ പെട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമുക്ക് നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഒരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, ഇവിടെ ഇല്ലാത്തവരുണ്ട്. അതാണ് സിനിമയുടെ ഒരു ആമുഖം. അതിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആകാതെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ പറ്റിയ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ കണ്ടു കേട്ട് ഇവിടെ പിരിയാം. ഏറ്റവും രണ്ട് വലിയ പെർഫോമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പുറത്ത് ഇതിന്റെ ലോഡ് കൂടി ഉണ്ടല്ലോ. ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട് ഉണ്ടാവണം, ഇവരുടെ ഒരു സ്റ്റാർ ഇമേജിനെ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരുടെ മാർക്കറ്റ്. ഈ പ്രഷറിനെയും ഈ കൊമേഴ്ഷ്യൽ സൈഡിനെയും ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ടെൻഷൻ എത്രമാത്രം ഉണ്ട് ഈ മൊമെന്റിൽ? ഇത് കഥ ഉണ്ടായി കഴിഞ്ഞാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആക്ടറിൻ്റെ തൊട്ട് പോകുന്ന നരേഷനായിട്ട് ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് പോയിട്ടില്ല ഇവരെ. അപ്പം അങ്ങനെ ഇതൊരു കഥയായിട്ട് കഥയുടെ രൂപമായി കഴിഞ്ഞതിന് ശേഷം പ്ലോട്ട് ഡ്രിവൺ കഥയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഉണ്ട് ഈ പടത്തിന്. ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ക്യാരക്ടേഴ്സാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട്, അല്ലാതെ നമ്മളിത് മനഃപൂർവ്വം ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് സിനിമയാക്കാമെന്നുള്ളൊരു ധാരണയിൽ തുടങ്ങിയ പടമാണ്. ആദ്യം ഇതിൻ്റെ എന്താ പറയുക ഒരു രൂപം ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് എടുത്തതാണ്. അതിനുശേഷം പിന്നീടാണ് ബാക്കി എല്ലാവരും സിനിമയിലേക്ക് വന്നത്. ഓർഗാനിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തോട്ട് കഥയുടെ രൂപത്തിൽ വന്നു പോയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടവരാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സിനിമ, കമേഴ്ഷ്യൽ സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ പറയുന്ന സമയത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നമ്മളെല്ലാവരും മാനിക്കുന്നു. അത്രയും രീതിയിലാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം അത് ഞാൻ നോക്കാതെ സിനിമ ചെയ്യുന്ന രണ്ട് സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ഇപ്പോൾ പാട്രിയറ്റിലേക്ക് വരുവാണെങ്കിൽ മമ്മൂക്ക തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആക്ടിങ് ഈസ് ഓൾസോ റിയാക്ടിങ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ഡയറക്ടർ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ
ആക്ട് ചെയ്യണ്ടേ. പിന്നെ അഭിനയത്തിൻ്റെ എല്ലാ കാര്യവും സംവിധായകൻ പറഞ്ഞു തരണം എന്നില്ല. നമ്മളത് അദ്ദേഹം ബോധ്യപ്പെടുത്തിയാൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റ് തിരുത്തുക മാത്രമേ ഒരുവിധം പരിചയസമ്പന്നരായ സംവിധായകർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാവരും അപ്പുറത്തും മാറിയത് മോണായിട്ട് കാണിക്കുമെന്നൊരു ഡയറക്ടർ നമ്മളെടുത്ത് നമ്മൾ സീൻ വായിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യും 1, 2, 3 പ്രാവശ്യം കണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷമേ ഇത് ടേക്കായിട്ട് വരും. ടേക്ക് എടുത്താലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ പൂർണ്ണമായ ഒരു പ്രകടനം ഉണ്ടായതിനു ശേഷമേ അത് ഓക്കെ ആകും. അപ്പോൾ അത് നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ചുമതലകൾ നിർവഹിക്കലാണ്. സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടായപ്പെടുന്നൊരു സാധനമാണ്. അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്റ്റ് ആവുന്നുള്ള വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത് നമുക്ക് മലയാളികൾ ഏറ്റവും എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഓരോ പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിന്റെ ന്യൂസുകൾ കാണുമ്പോഴും എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്, മമ്മൂട്ടി ഫേസ് ടു ഫേസ് സിനിമയായിരിക്കും, ഒരു ചരിത്ര കഥാപാത്രമായിരിക്കാം. അത് മാത്രമല്ല ഇത്രയും മലയാളം 2020 ശേഷം ഇത്രയും മൾട്ടി സ്റ്റാർസ് നിർമ്മിക്കുന്ന ഒരു വലിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആണ് ഓൾറെഡി. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥ മുഴുവനായതിനു ശേഷമാണ് ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവരവർക്ക് ചെയ്യാനുള്ള പാർട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാഹചര്യത്തിൽ പറയാറുണ്ട്, അതൊരു ചെറിയ പെണ്ണാണോ വലിയ പെണ്ണാണ് ഈ ഒന്നിൽ 10 പെരുത്തുന്നുണ്ടോ ഈ എന്നതിന്റെ അറിയുന്ന ദിവസമില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം 2 ലെജൻസിന് മുമ്പിൽ ഒരു ഫ്രെയിമിൽ ആ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യമില്ലാതെ എങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള വിശ്വസിക്കാൻ പുറപാടുണ്ടോ? അല്ല, ഞാനൊരു ഓണത്തിനൊക്കെ പോകുമായിരുന്നു. ഇതൊക്കെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വപ്ന സഞ്ചാരം എന്നുള്ള രീതിയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ്കോഴ്സ് നമ്മൾ ക്യാമറ ഓണാകുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം 2 പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും. ഇപ്പോൾ മമ്മൂക്കയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ലാലേട്ടനോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഡയറക്ടറുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള പെർസ്പെക്റ്റീവില് ഇപ്പോൾ പലപ്പോഴും ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യും, ഇവർ രണ്ടുപേരുള്ള സാമ്യങ്ങളും അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ടല്ലോ. ഇത്രയും കാലമായിട്ട് ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇവരുടെ വർക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ബോഡി ഓഫ് വർക്ക് കണ്ട ആളാണ്. ഇവരുടെ സാമ്യം എന്താണ്, ഇവരെ തരംതിരിക്കുന്നത് എന്താണ്? സാമ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോൾ, പലവിധമായ റോൾ കിട്ടിയിട്ട് അതിനെ പെർഫോം ചെയ്യേണ്ടതാണ്. ഒരു ചെറിയ സ്റ്റേറ്റിനുള്ളിൽ ഒരുമാതിരി 500ഓളം പടങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോബ്. അതിനുള്ള ഇവരുടെ വെറൈറ്റി അല്ല, ഇവർ കൊണ്ടുവരുന്ന വെറൈറ്റി. For the last couple of years, Mammootka has become if you compare India's ഏറ്റവും important actor who's taking risks, whether it's Kathal on one side, meme bites of knowledge, I think that's a very great thing. Renduverum are tracking it, and it's fantastic for the industry. ഈ പടത്തിൽ നമുക്കൊരു ചാൻസ് കിട്ടാനായിട്ട് മഹേഷ് വിളിച്ചത് എനിക്ക് നന്ദി പറയാനുള്ളൂ. ഒരു റിലക്റ്റന്റ് ആക്ടറാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അഭിനയിക്കാൻ അത്ര താല്പര്യം. എന്ത് പറഞ്ഞാണ് മഹേഷ് വീഴ്ത്തിയത്? അല്ല, സ്ക്രിപ്റ്റ് നമ്മൾ വീഴ്ത്തി.
ഇത് പ്യൂർലി ഞാനിങ്ങനെ ഇപ്പോഴും ആക്ട് ചെയ്യാനൊന്നും പോകാറില്ല. സംതിങ് വർത്ത് വൈൽ ആൻഡ് ദ ഡയറക്ടർ ഇസ് വർത്ത് വൈൽ ബിക്കോസ് ഞാൻ 2-3 പടത്തിൽ ആക്ട് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. It's a terrible torture. You can shoot a bad scene, but acting a bad scene is very, very bad. So, I'm very careful with that. But ഈ പടത്തിൻ്റെ സ്കെയിലും ഈ പടത്തിൻ്റെ ചേർന്നിരിക്കുന്ന കാസ്റ്റും ആൻഡ് ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് ചെയ്ത് ആൻഡ് ഒരു ഷോട്ടിന് I have never seen Mahesh sit down. He has had the same energy and same attention for every ചെറിയ ഷോട്ട് എടുക്കാനും he has never left it to somebody else. അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റോട് ചെയ്ത ഫിലിമാണ്. As Mahuka said, it's now all in the hands of the audience. Censors are also through, so eagerly waiting for Patriot. ടെക്നോളജിയിൽ ഇപ്പോൾ മമ്മൂക്ക മുൻപന്തിയിലേക്ക് ആളാണ്. ഒരു പുതിയ ഫോൺ ഇറങ്ങിയാൽ മമ്മൂക്ക ആദ്യം സ്വന്തമാക്കും. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ മമ്മൂക്കയുടെ നമുക്ക് എപ്പോൾ കാണാൻ പറ്റും? ഐമാക്സിൽ എടുക്കുമ്പോൾ അതിനു വേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല ഇപ്പോൾ. ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറ ഒന്നും അത്ര പോപ്പുലർ അല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് നല്ല രാജ്യം ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാം. ശരി, അപ്പൊ പുള്ളി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അത് സംഘടിപ്പിക്കും. അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. പക്ഷെ ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ വന്നിട്ട് മമ്മൂക്ക് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമ നമ്മുടെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ലേ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടിലെ ഹോംവർക്ക് ചെയ്യുമോ നമുക്ക്? ഈ ക്യാരക്ടറിന് വേണ്ടി എന്തോരം ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് 2 ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനി നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇന്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാം, രാത്രി ഉറപ്പിച്ച് മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയിരുന്നു പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുന്നില്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. പ്രൊജക്ട് മുതൽ മുടക്ക് നടത്തുമ്പോൾ ഒരുപാട് ചിന്തകളുണ്ടാവില്ല. അതിൽ എന്തിനാണ് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് നൽകുന്നത്? സിനിമ സുഹൃത്ത് ആൻഡ്രൂ ജോസഫാണ് എനിക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചത്. പിന്നെ ഇതൊരു ജീവിതത്തിലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം മമ്മൂക്കില്ലാലൊക്കെ ഒരുമിച്ച് അവതരിപ്പിക്കണം. നമുക്ക് പിന്നെ ഞങ്ങളുടെ ഒരു അംബാസഡർ കൂടിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പടത്തിലേക്ക് ഒന്ന് കാലുവയ്ക്കാൻ പോയത് തന്നെ വളരെ വലിയ ഭാഗ്യമായിട്ടും കാണുന്നു. അത് തന്നെ അത്ര മലയാള സിനിമയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവും എന്ന് ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് പ്രവേശനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഞങ്ങൾ 3 പേര് ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്. ഞങ്ങളുടെ അമരക്കാരനായ ആൻഡ്രൂ ജോസഫ് കഴിഞ്ഞ 1.5 വർഷമായി ഈ സിനിമയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഈ സീറ്റിൽ വന്നിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വിഷമപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മഹേഷിനൊപ്പം തന്നെ വളരെ ഒരു 1.5 വർഷത്തെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരെല്ലാം അടങ്ങുന്ന ഒരു സിനിമയിൽ ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സിനിമയുടെ കഥ നമ്മൾ 3 പേരിൽ ആദ്യം കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബോംബെയിൽ വെച്ച് 3 മണിക്കൂറോളമാണ് കഥ പറഞ്ഞത്. ഞാൻ സിനിമ 3 മണിക്കൂർ ഒരുമിച്ച് കാണുന്നത് കുറവാണ്. പക്ഷെ അത് കേട്ടപ്പം അന്ന് ഈ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇത്ര കാര്യങ്ങൾ പറയുന്നത് എനിക്ക് പലപ്പോഴും അനുഭവം തോന്നുന്നൊരു കാര്യമാണ്. അതായത് ഈ കഥ പറയുന്ന സമയത്ത് അന്ന്
നമ്മൾ ചില കാര്യങ്ങൾ നമുക്കറിയാം വേച്ച് കിട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറയും. പക്ഷെ ഈ സിനിമ മമ്മൂക്ക, മോഹൻലാൽ അങ്ങനെയുള്ള വലിയ വലിയ നമ്മുടെ ലാലേട്ടനും മമ്മൂക്ക അങ്ങനെയുള്ള വലിയ പടങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്തൊരു പടമല്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി അത് സത്യസന്ധമായിട്ട് ക്യാമറകളിലൂടെ നിങ്ങൾ മില്യൺ കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കും. അതിലൂടെ അവർ തിയേറ്ററിലേക്ക് മെയ് 1-ാം തീയതി എത്തും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ നമുക്ക് ഇന്നിവിടെ ഗുഡ് നൈറ്റ് പറയാം. താങ്ക് യു സോ മച്ച് ആൻഡ് ടീം, ദി എൻറ്റയർ ടീം. ഇത് മറ്റൊരു മലയാള സിനിമയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവലായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ പ്രേസ് ആൻഡ് ദി ജേർണി ബിഗിൻസ് റൈറ്റ് ഹിയർ. താങ്ക് യു സോ മച്ച് എവരിബഡി. അതെടുത്ത് എല്ലാവരുമായിട്ടൊരു ഫോട്ടോ